മണിക്കൂറിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിപട്ടികയിലേക്ക്. 2025 സ്വർണ്ണക്കൊള്ളയിലാണ് പ്രതി ചേർത്തിരിക്കുന്നത്. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നതും. അതോടൊപ്പം തന്നെ തന്ത്രി കണ്ഠരര് രാജീവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സ്വർണ്ണ വ്യാപാരിയായ പങ്കജ് ഭണ്ഡാരിയെയും പ്രതി ചേർത്തിട്ടുണ്ട്. 2019 ഗൂഢാലോചനയുടെ തുടർച്ചയായാണ് 2015 ATS ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചനയും ചുമത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ CPM കാലത്തെ ഒരു ബോർഡ് അംഗം കൂടി പ്രതി പട്ടികയിലേക്ക് എത്തുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ഭരണസമിതിയെയും പ്രത്യേക അന്വേഷണ സംഘം പ്രതി ചേർത്തു. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയാകുന്ന രണ്ടാമത്തെ പ്രസിഡന്റും ഭരണസമിതിയും കൂടിയാണിത്. മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിനെയും ഭരണസമിതിയെയും ഇവിടെ SIT ആകട്ടെ നേരത്തെ തന്നെ പ്രതിയാക്കിയിരുന്നു. പ്രതിപട്ടിക വിപുലപ്പെടുത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ SIT ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വർണ്ണക്കൊള്ളയിൽ 2 കേസുകളാണ് നിലവിലുള്ളത്. അതാകട്ടെ കട്ടിളപ്പാളയെയും അതുപോലെ തന്നെ ദ്വാരകാ ശില്പത്തിലെയും സ്വർണം കടത്തിയ കേസുമായാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല മൂന്നാമത്തെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനാണ് ഇപ്പോൾ SIT തീരുമാനമെടുത്തിരിക്കുന്നത്. വഞ്ചന, അതായത് വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രശാന്തിന് പുറമെ സ്മാർട്സ് ക്രിയേഷൻ ഉടമ പങ്കജ് ഭണ്ഡാരി, തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവ്, തിരുവാഭരണം കമ്മീഷണർ റജിലാൽ എന്നിവരെയും ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതേസമയം ദ്വാരപാലക ശില്പത്തിന് പിന്നാലെ തന്നെ കട്ടിളപ്പാളിയിലും വാതിലും ഇളക്കി അവിടെ പണി നടത്താൻ ഇവിടെ PS പ്രശാന്ത് അവിടെ പ്രസിഡന്റ് ആയിരുന്ന 2025 ദേവസ്വം ബോർഡ് പദ്ധതി ഇട്ടിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ തന്നെ ദ്വാരപാലക ശില്പം അഴിച്ച് സ്വർണം പൂശിയതായി തന്നെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊടുത്തുവിട്ടുകൊണ്ട് അത് ഇത്തരത്തിലൊരു വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കെ തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ചുകൊണ്ട് തീരുമാനമെടുത്തത്. ഇതിനായി തന്നെ ഹൈക്കോടതിയുടെ അനുമതിക്കായി തന്നെ അപേക്ഷ നൽകാനും ബോർഡ് യോഗത്തിൽ തീരുമാനമുണ്ടായിരുന്നു. വാതിലിന്റെ ഏതാനും സ്ക്രൂ ഇളക്കിയത് കാരണം ചേർത്ത് അടയ്ക്കുമ്പോൾ വിടവുള്ളതിനാൽ പാറ്റ, എലി എന്നീ ജന്തുക്കളെല്ലാം തന്നെ ഉള്ളിലേക്ക് കയറുവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അറ്റകുറ്റപ്പണി നടത്താൻ പുതുതായി തന്നെ പദ്ധതിയിട്ടത്. അതോടൊപ്പം തന്നെ അവിടെ ഒരു ശില്പിയെ വരുത്തിക്കൊണ്ട് വാതിൽ ഇളക്കി നോക്കിയാലോ തകരാർ മനസ്സിലാക്കാൻ കഴിയൂ എന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോർഡിൽ ഉയർന്ന വാദം ശക്തമായി തന്നെ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അടുത്തിടെ തന്നെ മരിച്ച കേസിലെ പ്രതിയും ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറുമായിരുന്ന മുരാരി ബാബുവാണ് ഇത് സംബന്ധിച്ചുകൊണ്ട് റിപ്പോർട്ട് ബോർഡിൽ സമർപ്പിച്ചത്. അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പം പൊതിഞ്ഞ സ്വർണ്ണ പാളികളിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ 2025 ബോർഡ് അനാവശ്യ തിടുക്കം കാണിച്ചതായും ഭരണപരമായ വീഴ്ച സംഭവിച്ചതായും ഏതാനും ദിവസം മുൻപ് തന്നെ ഇവിടെ SIT ആകട്ടെ ഹൈക്കോടതിയെ അറിയിച്ചതായിരുന്നു. മാത്രമല്ല സംഭവത്തിൽ PS പ്രശാന്ത് പ്രസിഡന്റ് ആയ ബോർഡിനെ അതിനെ കൂടെ ഇവിടെ SIT ആകട്ടെ പ്രതിപട്ടികയിലേക്ക് ചേർക്കുകയാണ്. 9 പേര് പ്രതികളാകും എന്നതാണ് ഇപ്പോൾ ഇവിടെ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. 2025 ബോർഡിൽ PS പ്രശാന്ത് ആകട്ടെ PS പ്രശാന്തിനോടൊപ്പം തന്നെ അജികുമാർ, P സന്തോഷ് കുമാർ എന്നിവരായിരുന്നു അംഗങ്ങളായി ഉണ്ടായിരുന്നത്. ഇതിൽ സന്തോഷ് കുമാർ ഇപ്പോഴത്തെ ബോർഡിലെയും അംഗം കൂടിയാണ് എന്നതാണ് മറ്റൊരു സുപ്രധാന വിവരമായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.